ഹലോ മച്ചമരെ, സ്ട്രീംസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയുഗം ഇതാ ഓസ്കാർ വേദിയിൽ പ്രദർശനത്തിനെത്തുന്നു. ഫെബ്രുവരി 12-നാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന്, മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ചിത്രം ഓസ്കാർ വേദിയിൽ പ്രദർശനത്തിനെത്തുകയാണ്. ഇവിടെ പലരുടെയും ഒരു ചോദ്യമുണ്ട്, വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് വരുന്ന മലയാള ചിത്രം ഇതാണോ, ഗുരുവല്ലേ എന്നുള്ള ചോദ്യം. അല്ല, മറ്റൊരു ചോദ്യം, മമ്മൂട്ടിക്ക് ഓസ്കാർ ലഭിക്കില്ലേ, അല്ലെങ്കിൽ ഈ ഭ്രമയുഗം എന്ന ചിത്രത്തിന് ഓസ്കാർ ലഭിക്കുമോ? അതെല്ലാം നമുക്കൊന്ന് സംവാദത്തിലൂടെ വരാം. എന്തായാലും നിങ്ങളുടെ കമൻസുകളാണ് വേണ്ടത്, സബ്സ്ക്രിപ്ഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, അതായത് നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ട് എന്താണോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എത്ര തടയാൻ ശ്രമിച്ചാലും അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്ന ഈ ഒരു അംഗീകാരം. കാരണം ഈ ഒരു സിനിമ അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ഓസ്കാർ വേദിയിലേക്ക് ക്ഷണം നേരിട്ട് ലഭിച്ചിരിക്കുകയാണ് മമ്മൂട്ടിക്കും രാഹുൽ സദാശിവൻ അതിൻ്റെ ഡയറക്ടർക്കും. ഈ ഒരു സിനിമയുടെ മികവ് നമ്മൾ തിയേറ്ററിൽ കണ്ടതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ചുണ്ടിലുണ്ട് ഈ ഒരു സിനിമ കാണുമ്പോൾ, കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ ഉള്ള കാര്യം. ഒരു പക്ഷേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയോ മമ്മൂട്ടി സിനിമ ആയതുകൊണ്ടോ ഇത് 100-200 കോടി അടിച്ചില്ല. വേറെ ഏതെങ്കിലും ഒരു നടൻ എടുത്തു പറയാം, മോഹൻലാലിൻ്റെ സിനിമയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇത് 200 കോടിക്ക് മുകളിൽ എത്തേണ്ട ചിത്രമാണ്. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്ര മികച്ച രീതിയിൽ അഭിനയിക്കാൻ മമ്മൂട്ടിയെ കഴിഞ്ഞേ ഉള്ളൂ ഒരു നടൻ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കഴിഞ്ഞ വേറെ നടൻ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. പലപ്പോഴും പലരും കളിയാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ എടുത്തു പറയാം, ഓസ്കാർ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സിനിമ അംഗീകരിക്കപ്പെടുന്നത് ഏറെയും മമ്മൂട്ടിയുടെ തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് കാണാനും കഴിയുന്നത്. ഇനിയുള്ള ചോദ്യം, ഗുരുവാണോ ആദ്യമായി ഇവിടെ ഓസ്കാറിലേക്ക് എത്തപ്പെട്ട മലയാളം സിനിമ എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട കാര്യം, ഇന്ത്യൻ എൻട്രി, ആദ്യത്തെ മലയാള സിനിമ ഇന്ത്യ എൻട്രി, അതായത് ഓസ്കാർ വേദിയിലേക്ക് കൊടുക്കാൻ, അതായത് മത്സരത്തിലേക്ക് കൊടുക്കാനായി ഇന്ത്യ എടുത്ത ആദ്യത്തെ മലയാളം ചിത്രമായിരുന്നു ഗുരു. അത് ആദ്യം തന്നെ പരാജയപ്പെട്ടു പോയി. പിന്നീട് നമ്മൾ കണ്ടു ജെല്ലിക്കെട്ട്, അങ്ങനെയുള്ള ആ സിനിമകളെല്ലാം തന്നെ പരാജയപ്പെട്ടു പോവുകയാണ്. കാരണം ഫസ്റ്റ് റൗണ്ട് കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ചോദ്യം വരുന്നത്, ഭ്രമയുഗം അങ്ങനെ ഒരു നോമിനേഷനിലേക്ക് പോയോ? നോമിനേഷനിലേക്ക് അല്ല ഈ സിനിമ പോയിരിക്കുന്നത്, ഇന്ത്യൻ നോമിനേഷനിൽ പോകുന്ന ചിത്രമല്ല. പക്ഷേ സിനിമയുടെ മികവ് കണ്ട് ഓസ്കാർ വേദിയിൽ പ്രത്യേക കാറ്റഗറിയിൽ അവർ അവിടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അതൊരു പ്രത്യേകതരം ഭാഗ്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയവും മതവും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ പലർക്കും അല്ലെങ്കിൽ മോഹൻലാലിനും ഒക്കെ അവാർഡ് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ, അതായത് ദേശീയ അവാർഡിൻ്റെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്ത് ഇപ്പോൾ പറഞ്ഞത്, അത് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ റീജിയണൽ മലയാളി എന്നുള്ള പേരിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ, ഒരുപക്ഷെ രാഷ്ട്രീയമോ മതമോ ഒന്നും പറയേണ്ട കാര്യങ്ങളില്ല എന്ന് തന്നെ പറയാം. കാരണം മമ്മൂട്ടിക്ക് ഇപ്പോൾ പറയുന്നുണ്ട് BJP ആണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് നിരസിക്കുന്നതെന്നാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായി മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ട്, അപ്പോൾ 30 വർഷവും BJP ആണോ ഭരിച്ചിരുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ആ കാലഘട്ടത്തിലെല്ലാം തന്നെ ഏകദേശം 10-ന് മുകളിൽ മമ്മൂട്ടി സിനിമകൾ നാഷണൽ അവാർഡിന് അർഹിക്കപ്പെട്ടതുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ജാതി മതം രാഷ്ട്രീയം എന്നല്ല, ഇവിടെ മലയാളത്തിൽ നിന്നുള്ളവർ തന്നെ പാര വെച്ചിട്ടാണ് നമ്മൾ കണ്ടതാണ്. ഇവിടെ തമിഴിൽ നിന്ന് മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രം പേരൻപ് എന്ന ചിത്രം 100% നാഷണൽ അവാർഡിന് യോഗ്യമായ കിട്ടുമെന്ന് ഉറപ്പുള്ള ചിത്രത്തിന് ഒരു മലയാളി കോലിട്ട് ഇളക്കിയത് കൊണ്ട് മാത്രം ദേശീയ അവാർഡ് പോയതാണ്. അത് നിങ്ങൾക്കറിയാം ആരാണ് എന്നുള്ളതും. അപ്പോൾ അന്ന് അങ്ങനെ കേരളത്തിൽ നിന്ന് കൊഞ്ഞനം കുത്തുന്നവരുള്ളപ്പോൾ ബാക്കിയുള്ളവരെ എന്തിനു കുറ്റം പറയുന്നു എന്നുള്ളത്. കാരണം ഇവിടെ തന്നെ തൊഴുത്തിൽ കുത്തുള്ളപ്പോൾ ഒന്നും തന്നെ നടക്കില്ല എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലാണ്. അപ്പോൾ മറ്റൊരു ചോദ്യമാണ്, മമ്മൂട്ടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുമോ? ഇത് ഓസ്കാർ പ്രദർശനത്തിനാണ് വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സെലക്ഷൻ ഫോർ ഓസ്കാർ എൻട്രി അല്ല പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഓസ്കാർ അവാർഡിന് പരിഗണിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. പക്ഷേ അതിന് മുകളിൽ, അല്ലെങ്കിൽ അതിന് വേറൊരു രീതിയിലേക്ക് എത്തുന്നു. കാരണം ആ ഒരു വേദിയിൽ ഈ സിനിമ ലോകമെമ്പാടുമുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. അതൊരു വലിയ അംഗീകാരമാണ്. കാരണം മലയാളത്തിൽ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. ഇനി ഇന്ത്യൻ എൻട്രി ടു ഓസ്കാർ ഫിലിംസ് ആദ്യം വന്നിരിക്കുന്നത് മദർ ഇന്ത്യ എന്ന ചിത്രമാണ്. പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് ലഗാൻ, അങ്ങനെ 2-3 ചിത്രങ്ങളാണ് ടോപ്പിൽ തന്നെ നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിന് ലഭിച്ച ആദ്യത്തെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു സംഭവം. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, അതായത് നിങ്ങൾക്ക് അർഹിക്കപ്പെട്ടത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വന്നു ചേരുമെന്നുള്ളതാണ്. അതായത് മമ്മൂട്ടിയെ എത്ര തഴഞ്ഞാലും അത് തീർച്ചയായും അദ്ദേഹത്തിലേക്ക് വന്നെത്തും. ദേശീയ അവാർഡിന് തഴഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് പോകും. കാരണം അയാൾ ചെയ്യുന്നത് അത്ര ഹാർഡ് വർക്കാണ്, അതുപോലെ തന്നെ ആത്മാർപ്പണത്തോട് ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് മികച്ച സിനിമകൾ വരുന്നത്. മമ്മൂട്ടി എന്ന നടനോ വ്യക്തിയോ ബേസ് ചെയ്തല്ല ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി എത്രത്തോളം ഗംഭീരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യുന്നു, അതിനുള്ള അംഗീകാരം എത്ര തടഞ്ഞാലും, എത്രയെത്ര പോരായ്മകൾ അല്ലെങ്കിൽ പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്തിയിരിക്കും. കാരണം അത് അർഹിക്കപ്പെടുന്നത് കൈകളിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാം, ദേശീയ അവാർഡ് ഇക്കുറി മമ്മൂട്ടിക്ക് 100 അല്ല
1000 തവണ അല്ലെങ്കിൽ 1000% ഉറപ്പിക്കേണ്ടതും അർഹിക്കപ്പെടുന്നതുമാണ്. കാരണം ഈ ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ഡയറക്റ്റ് മമ്മൂട്ടിയെ അതിലെ നടനെ അവിടെ അംഗീകരിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആദ്യം അഭിമാനിക്കാം, ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം, അതിനു മുകളിൽ ബോളിവുഡിന് പുറത്ത് ഏതൊരു ലാംഗ്വേജിനും അഭിമാനിക്കാം. കാരണം അവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് 11 സിനിമകളിൽ 11ാമതായി ഈ ഒരു സിനിമയും എത്തുന്നത്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും ഫാൻ ഫൈറ്റ് കാര്യങ്ങൾ ബേസ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും മികച്ച നടന്മാർ തന്നെയാണ്. അവർക്ക് അവരവരുടെ രീതികളിലുള്ള കഴിവുകളുണ്ട്. രണ്ടുപേരും സമാനതകളില്ലാത്ത നടന്മാരാണ്. അങ്ങനെ ഒരിക്കൽ കൂടി മമ്മൂട്ടി ലോകത്ത് അല്ലെങ്കിൽ ലോകമെമ്പാടും ആദരിക്കപ്പെടുമ്പോൾ അത് നമ്മൾക്കേവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. തുടർന്നും ഇതേപോലെയുള്ള മികച്ച സിനിമകൾ വരട്ടെ. ഇക്കുറി ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കട്ടെ. വരുന്ന വർഷങ്ങളിലും അദ്ദേഹത്തിന് കിട്ടട്ടെ. അതുകൂടാതെ സംസ്ഥാന അവാർഡ് കഴിഞ്ഞ 4 വർഷമായി മത്സരാർത്ഥി അദ്ദേഹം തന്നെയാണ് ഒരു സൈഡിലെങ്കിൽ ബാക്കിയുള്ളവർ അദ്ദേഹത്തോട് മത്സരിക്കുന്നു. ഇക്കുറി വീണ്ടും അടുത്ത വർഷം, അതായത് 2025, 26, 27 വർഷങ്ങളിലും അദ്ദേഹം ഒരു സൈഡിലുണ്ട്. അതെല്ലാം തന്നെ ഹാട്രിക് ആയിട്ട് അദ്ദേഹത്തിന് അടിക്കട്ടെ. കാരണം ഭ്രമയുഗത്തിന് കിട്ടി, അടുത്തത് നമുക്ക് കളങ്കാവലുണ്ട്, അതിന് ലഭിക്കട്ടെ. അത് കഴിഞ്ഞ് അടൂർ ചിത്രമുണ്ട്, അതിനും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും കമൻസിലൂടെ പറയാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ കമൻസിലൂടെ ഷെയർ ചെയ്ത് നിങ്ങളുടെ തോട്ട്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ താങ്ക് യു ബ്രോസ്.